CPIM 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുകയാണ്. കോൺഗ്രസിൽ ഉയർത്തുന്ന പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥ ആരംഭിച്ചത് തഞ്ചാവൂരിലെ കീഴ്വൺമണി എന്ന കാർഷിക ഗ്രാമത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് പതാക ജാഥയ്ക്ക് തുടക്കം കുറിക്കാൻ CPIM ആ കൊച്ചു ഗ്രാമത്തെ തിരഞ്ഞെടുത്തത്? അതിനു പിന്നിൽ വലിയൊരു പോരാട്ടത്തിന്റെ കഥയുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെ ത്യാഗോജ്വലമായ ഒരു ഏടാണ് കീഴ്വൺമണി. 1968 ഡിസംബർ 25 നാടെങ്ങും ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന രാത്രി. തമിഴ്നാട് തഞ്ചാവൂരിൽ കീഴ്വൺമണി എന്ന കാർഷിക ഗ്രാമത്തിലെ ഒരു കുടിലിനുള്ളിൽ 44 മനുഷ്യരാണ് ആ രാത്രിയിൽ വെന്തുമരിച്ചത്. ആളിക്കത്തിയ കൊച്ചുകൂരയ്ക്കുള്ളിൽ ഹോമിക്കപ്പെട്ട മനുഷ്യരെ നോക്കി ചുറ്റും കൂടി നിന്ന് ഗുണ്ടകൾ ആക്രോശിച്ചു. കമ്മ്യൂണിസം തുലയട്ടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദളിത് വേട്ടകളിൽ ഒന്നായിരുന്നു അന്ന് ആ ചെറുഗ്രാമത്തിൽ അരങ്ങേറിയത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അടിമകളായി വയലിൽ പണിയെടുത്ത മനുഷ്യർ അരപ്പിടി നെല്ല് അധികമായി കൂലി ചോദിച്ചതിനും ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്തതിനും മേൽജാതിക്കാരനായ ഭൂവുടമ ഗോപാലകൃഷ്ണ നായിഡുവിന്റെ പ്രതികാരമായിരുന്നു ആ കൂട്ടക്കൊല. തമിഴ്നാടിന്റെ നെല്ലറയാണ് തഞ്ചാവൂർ. കാവേരി തീരത്ത് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടങ്ങൾ. ഫലഭൂയിഷ്ടമായ മണ്ണ് മാത്രമല്ല, തൊഴിലാളികളുടെ കഠിനാധ്വാനം കൂടിയാണ് തഞ്ചാവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും സമൃദ്ധിക്ക് കാരണം. മണ്ണിൽ പണിയെടുക്കുന്ന അനേകം കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്കാർക്കും സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾ എന്നതിനേക്കാൾ അടിമകൾ എന്ന വിശേഷണമാണ് അവർക്ക് കൂടുതൽ ചേരുക. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമായുള്ള ജന്മികൾക്ക് വിനീത വിധേയരായി ജീവിതം കഴിച്ചു കൂട്ടേണ്ട സ്ഥിതി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പാടത്തിറങ്ങിയാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമേ കരയ്ക്ക് കയറാവൂ. അതായിരുന്നു തൊഴിൽ സമയം. ജോലിക്ക് താമസിച്ചെത്തുന്നവരെ ഭൂവുടമകളുടെ ഗുണ്ടകൾ ചാണകവെള്ളം കുടിപ്പിക്കും. 2 നേരം പഴങ്കഞ്ഞിയും തുച്ഛമായ കൂലിയുമായിരുന്നു ലഭിച്ചിരുന്നത്. കുട്ടികൾക്കും ഈ ചൂഷണത്തിൽ നിന്ന് മോചനമുണ്ടായിരുന്നില്ല. അച്ഛനമ്മമാർ വയലിൽ ജോലി ചെയ്യുമ്പോൾ കുട്ടികൾ ജന്മികളുടെ പശുക്കളെ മേയ്ക്കണം. സ്കൂളിൽ പോകാൻ ശ്രമിക്കുന്ന ദളിതരായ കുട്ടികളെ ചുട്ടുകൊല്ലണമെന്നൊരു അലിഖിത നിയമം തന്നെ അക്കാലത്ത് നിലനിന്നിരുന്നു. തൊഴിൽ രംഗത്തെ ചൂഷണത്തിനൊപ്പം സാമൂഹികമായി വലിയ ഉച്ചനീചത്വങ്ങളും ദളിതർക്ക് നേരിടേണ്ടി വന്നു. മേൽവസ്ത്രം ധരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് നേരെ പലപ്പോഴും ലൈംഗിക ചൂഷണങ്ങളുണ്ടായി. സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കില്ല. ചായക്കടകളിലും കള്ളുഷാപ്പുകളിലുമെല്ലാം ദളിതർക്ക് പ്രത്യേകം ഗ്ലാസുകളാണ് നൽകിയിരുന്നത്. ഇതിനിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തമിഴ്നാട്ടിലെ ആദ്യ യൂണിറ്റ് 1936 മദ്രാസിൽ രൂപം കൊണ്ടു. തഞ്ചാവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും തൊഴിലാളികളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് പരിഹാരം കണ്ടെത്തുകയായിരുന്നു പാർട്ടി നേതാക്കളുടെ മുന്നിലെ ആദ്യ ലക്ഷ്യങ്ങളിലൊന്ന്. B. ശ്രീനിവാസ റാവുവിനെയാണ് അവർ ആ ദൗത്യം ഏൽപ്പിച്ചത്. തഞ്ചാവൂരിലെത്തിയ ശ്രീനിവാസ റാവു ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി തൊഴിലാളികളോട് സംസാരിച്ചു. എത്ര കൊടിയ ചൂഷണങ്ങൾക്കാണ് തങ്ങൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നതെന്ന് അവരെ ബോധവാന്മാരാക്കി. മനുഷ്യനെന്ന നിലയിൽ ജന്മിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ തൊഴിലാളിക്ക് അവകാശമുണ്ടെന്നും അവരെ പഠിപ്പിച്ചു. പതിയെ പതിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കിസാൻ സഭയുടെയും ചെങ്കൊടിക്ക് കീഴിൽ തൊഴിലാളികൾ അണിനിരുന്നു. പിന്നീടുള്ള വർഷങ്ങൾ നിരന്തര പോരാട്ടങ്ങളുടേതായിരുന്നു. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ശക്തമായപ്പോൾ 1944 ജില്ലാ ഭരണകൂടം ഭൂവുടമകളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെയും പോലീസ് മേധാവികളുടെയും ഒരു സംയുക്ത യോഗം വിളിച്ചു ചേർത്തു. തൊഴിലാളികളെ ചാണകവെള്ളം കുടിപ്പിക്കുന്നതും ചാട്ടവാറിനടിക്കുന്നതും ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന യോഗത്തിൽ ധാരണയായി. ഇതിനിടെ രാജ്യം സ്വതന്ത്രമായി. ബ്രിട്ടീഷ് ഭരണം ഒഴിയുമ്പോൾ കർഷക തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിതമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. മദ്രാസിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. എന്നാൽ തൊഴിലാളി നേതാക്കൾ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. കൊടിയ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നപ്പോഴും കള്ളക്കേസുകളിൽ കുടുക്കപ്പെട്ടപ്പോഴും അവർ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നു. അങ്ങനെ 1952 തഞ്ചാവൂർ പന്നയാൾ പ്രൊട്ടക്ഷൻ ആക്ടും 1955 കുടിയാൻ സംരക്ഷണ നിയമവും സർക്കാരിന് പാസാക്കേണ്ടി വന്നു. അടിമ തൊഴിലാളികളിൽ നിന്ന് ദിവസവേതനക്കാരെന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടുവെന്നല്ലാതെ ചൂഷണത്തിന് കാര്യമായ അറുതിയൊന്നും നിയമം മൂലമുണ്ടായില്ല. പക്ഷേ തൊഴിലാളി പക്ഷത്തു നിന്ന് ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നതിൽ മേൽജാതിക്കാരായ ഭൂവുടമകൾ വല്ലാതെ അസ്വസ്ഥരായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഓരോ ബഹുജന മുന്നേറ്റങ്ങളെയും പകയോടെ നോക്കി നിൽക്കുകയായിരുന്നു അവർ. പാർട്ടിയാകട്ടെ തുടർ സമരങ്ങളെക്കുറിച്ചുള്ള ആലോചനയിലും. വേതന വർധനവായിരുന്നു അടുത്ത ലക്ഷ്യം. 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം CPIM ആ സമരങ്ങളുടെ മുന്നണിയിൽ പ്രവർത്തിച്ചു. തൊഴിലാളികളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഭൂവുടമകൾ ഇക്കാലയളവിൽ മറ്റൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. പാടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന ആ സംഘടനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ഗോപാലകൃഷ്ണ നായിഡു എന്ന ജന്മിയായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു നായിഡു. തൊഴിലാളികളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് തങ്ങളുടെ സംഘടനയിൽ അംഗമാകാൻ പാടി ഗ്രോവേഴ്സ് അസോസിയേഷൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അതൊരു തട്ടിപ്പാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാലങ്ങളോടും കൊടിയ ചൂഷണങ്ങൾക്ക് വിധേയരായി കഴിഞ്ഞിരുന്ന തങ്ങൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് വഴിയൊരുക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്നു തൊഴിലാളികൾക്ക്. ഭൂവുടമകളുടെ വാഗ്ദാനങ്ങളിൽ അവർ വീണില്ല. കൂലി വർധനം ആവശ്യപ്പെട്ട് അവർ സമരം കടുപ്പിച്ചു. ഗോപാലകൃഷ്ണൻ നായിഡുവിന്റെ കൊയ്യാൻ പാകമായ പാടത്ത് കൂലി കൂട്ടിത്തരാതെ പണിക്കിറങ്ങില്ലെന്ന് അവർ കട്ടായം പറഞ്ഞു. ഒടുവിൽ ആ ദിവസമെത്തി.
1968 ഡിസംബർ 25. 8ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പ്രദേശത്തെ CPIM നേതാക്കളെല്ലാം കൊച്ചിയിലേക്ക് പോയ സമയമായിരുന്നു അത്. തൊഴിലാളികൾക്ക് സംരക്ഷണം ഒരുക്കിയിരുന്ന സഖാക്കൾ ആരും അന്ന് പ്രദേശത്തില്ലെന്ന് മനസ്സിലാക്കിയ നായിഡു 2 ട്രാക്ടർ നിറയെ ഗുണ്ടകളുമായി ഗ്രാമത്തിലെത്തി. തോക്കും മാരകായുധങ്ങളും തീപ്പന്തങ്ങളുമായി അവർ തൊഴിലാളികളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറി. അക്രമികളെ കണ്ട നാട്ടുകാർ ഭയന്നോടി. മുന്നിൽ കണ്ട കുടിലുകൾക്ക് ഗുണ്ടകൾ തീ കൊളുത്തി. ഗ്രാമവാസികളെ വെട്ടിയും വെടിവെച്ചും വീഴ്ത്തി. ഗ്രാമത്തിൽ അടച്ചുറപ്പുണ്ടായിരുന്ന ഒരേയൊരു വീട് രാമയ്യൻ പാപ്പമ്മ ദമ്പതികളുടേതായിരുന്നു. ചിതറിയോടിയ സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധർക്കും അവർ തങ്ങളുടെ വീട്ടിൽ അഭയം നൽകി. പക്ഷേ ആളൊഴിഞ്ഞ കുടിലുകളിൽ ഓരോന്നിനും തീ കൊളുത്തി വന്ന നായിഡുവും അയാളുടെ എന്തിനും മടിക്കാത്ത ഗുണ്ടകളും ഗ്രാമവാസികൾ രാമയ്യന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അതൊരു സുവർണാവസരമായി അവർ കണ്ടു. പുറമേ നിന്ന് പൂട്ടിയ ശേഷം കയ്യിലുണ്ടായിരുന്ന മണ്ണെണ്ണ ക്യാനുകൾ ഗുണ്ടകൾ വീടിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നാലെ തീപ്പന്തങ്ങളും. ആ ചെറിയ വീട്ടിൽ നിന്ന് നിലവിളികൾ ഉയർന്നു. പ്രാണവേദനയിൽ പിടയുന്ന മനുഷ്യരുടെ ശബ്ദം പക്ഷേ ഒരു സംഗീതം പോലെ നായിഡുവും കൂട്ടരും കേട്ടുനിന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ 23 കുട്ടികളും 16 സ്ത്രീകളും 5 വൃദ്ധരുമടക്കം 44 ദളിതരുടെ വെന്ത ശവശരീരങ്ങളാണ് ആ ഗ്രാമം കാണുന്നത്. രാജ്യമാകെ ആ കൂട്ടക്കൊലയിൽ മരവിച്ചിരുന്നു. നാട് സ്വാതന്ത്ര്യം നേടി 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന കടുത്ത ജാതിയുടെയും ജന്മിത്വത്തിന്റെയും ഇരകളായിരുന്നു കീഴ്വൺമണിയിലെ ആ 44 രക്തസാക്ഷികൾ. ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടും സ്വാഭിമാനവും ചെങ്കൊടിയും ഉയർത്തിപ്പിടിച്ച മനുഷ്യർ പിന്നീട് രാജ്യത്താകെയുള്ള കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾക്ക് ഊർജ്ജം പകർന്നു. മധുര ഇതിനു മുൻപ് പാർട്ടി കോൺഗ്രസിന് വേദിയാവുന്നത് 1972-ലാണ്. 9ാം പാർട്ടി കോൺഗ്രസ് നടന്ന മധുരയിലെ ആ സമ്മേളന നഗരിയുടെ പേര് കീഴ്വൺമണി എന്നായിരുന്നു. കീഴ്വൺമണിയിലെ 44 രക്തസാക്ഷികളുടെ ബലികുടീരത്തിൽ നിന്ന് കൊളുത്തിയ ദീപശിഖയിലെ അഗ്നിയാണ് സമ്മേളന നഗരിയിൽ ജ്വലിച്ചു നിന്നത്. ഇന്നിപ്പോൾ മധുര വീണ്ടും ഒരു പാർട്ടി കോൺഗ്രസിന് വേദിയാകുമ്പോൾ പതാക ജാഥ പുറപ്പെട്ടതും കീഴ്വൺമണിയിൽ നിന്ന് തന്നെ. ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെ പര്യായമായ ഗ്രാമത്തിലെ മനുഷ്യർ പകർന്നു നൽകിയ ഊർജ്ജം തെല്ലും ചോരാതെയാണ് തമിഴ്നാട്ടിൽ ജാതി ചൂഷണങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്.